ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പം നമ്മുടെ സ്വന്തം വഴുതനങ്ങ വെച്ചിട്ട്, അതായത് നമ്മൾ ടെറസിൽ നട്ട വഴുതനങ്ങ. അതായത് ഞാൻ നീല വഴുതനങ്ങ എന്നും പറഞ്ഞാണ് വാങ്ങിച്ച് നട്ടത്. പക്ഷേ കിളിച്ചു വന്നത് നമ്മുടെ പച്ച വഴുതനങ്ങ ആയിപ്പോയി. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഒരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. അപ്പോൾ ഈ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും വഴുതനങ്ങ തോരനും, വഴുതനങ്ങ എന്ന് പറയുന്നതേ കേൾക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ എൻ്റെ എബിനും മെറിനുമൊക്കെ ആണെങ്കിൽ അത് വേണ്ട അമ്മി എന്ന് പറയാറുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ഈ മെഴുക്ക് പുരട്ടി ഉണ്ട്, നല്ല ചൂട് മെഴുക്ക് പുരട്ടി, നല്ല ചൂട് ചോറും കൂടെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മുടെ ടെറസിൽ നിന്നുള്ളതായ വഴുതനങ്ങ വെച്ച് നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പം നമുക്കത് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ വഴുതനങ്ങ നമുക്ക് പിച്ചെടുക്കാം. അപ്പം വഴുതനയിൽ നല്ലതുപോലെ കായൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ കായും പൂവും ഒക്കെ വരുമ്പം മെറും പറയുകയാണെങ്കിൽ കുറേ പൂവ് അങ്ങ് പിച്ച് കളയാൻ മമ്മി, അല്ലെങ്കിൽ എല്ലാം തിന്നേണ്ടി വരുമല്ലോ. അപ്പം നമുക്ക് ഈ കായുണ്ടല്ലോ, കൈ കൊണ്ട് വെറുതെ പിച്ച് എടുത്ത് കളയാതെ ഒരു കത്തി വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ മൂട്ടിൽ തന്നെ ഞാൻ കാശ്മീരി മുളക് പൊട്ടിച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പം ടെറസിൽ ഉണക്കാൻ കൊണ്ടുവന്നപ്പോൾ 2 മുളക് എടുത്തിട്ട് അതിൻ്റെ വഴുതനയുടെ മൂട്ടിൽ പാകി ഇട്ടിരിക്കുകയാണ്. അതിപ്പം വളർന്ന് വരുന്നുണ്ട്. അതിനെ നമുക്ക് കവറിനകത്തൊക്കെ ആക്കണം. ഇത് മണമുള്ള ഉണ്ടമണം ഉണ്ടല്ലോ, അത് പാകി ഇട്ടിരിക്കുകയാണ്. 3 എണ്ണേ കിളിച്ച് വന്നുള്ളൂ. അതിനെ നമുക്ക് കവറിനകത്ത് ആക്കണം. അഞ്ചാറ് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് പകുതി മെഴുക്ക് പുരട്ടിയും പകുതി തോരനും ആക്കാം. അപ്പം നമുക്കെങ്കിൽ കിച്ചണിലോട്ട് പോകാം, ഇത് റെഡിയാക്കാം. നമുക്ക് 6 വഴുതനങ്ങയിൽ 3 എണ്ണം നമുക്ക് തോരനും വയ്ക്കാം, 3 എണ്ണം എടുത്ത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് അരിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊക്കെ നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ നമുക്കിനി അരിഞ്ഞെടുക്കാം. സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ നടുക്കൂടെ ഒന്നുകൂടെ കൊടുക്കാം. നല്ല സ്ക്വയർ കഷ്ണമായിട്ട് എല്ലാം അരിയാം. കഴുകിയിട്ടാണ് നമ്മൾ എടുത്തത്, പിന്നെ അരിഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകുന്നുണ്ട്. വഴുതനങ്ങയൊക്കെ എപ്പോഴും മൂക്കുന്നതിന് മുമ്പ് പിച്ചണം. അതാണ്ട് അരി ആയിട്ടില്ല. നമ്മുടെ വഴുതനങ്ങ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുകയാണ്. അതിലോട്ട് ഒരാവശ്യത്തിന് ഉപ്പിടുക, 1/4 ടീസ്പൂണോളം മഞ്ഞളും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഞെവിടി വയ്ക്കുക. എല്ലായിടും ആ ഉപ്പും മഞ്ഞളും ഒന്ന് പിടിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം അവിടെ ഇരിക്കട്ടെ. അതിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും. ഇപ്പോഴത്തെ നമുക്ക് തോരൻ്റെ അരിഞ്ഞു കൊണ്ടുവരാം. ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് തോരനുള്ളത് അരിഞ്ഞു വെക്കാം. അപ്പോൾ ഈ വഴുതനങ്ങയുടെ ഞെടുപ്പൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് വേണം ഇത് അരിയാനായിട്ട്. അപ്പം കണ്ടോ, ഒരു വഴുതനങ്ങ ഞാൻ ഇത്രയും ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? ഞാൻ ചെറുതായിട്ട് അരിയണം. വലുതായിട്ട് കാളം പൂളമൊന്നും അരിഞ്ഞു വെക്കരുത്. ഏത് സാധനം അരിയുന്നതിനകത്തും ഇരിക്കുകയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ചിലർ വഴുതനങ്ങ വലുതായിട്ടങ്ങ് അരിഞ്ഞ് വെച്ചിട്ട് തോരൻ വെച്ചാൽ ഒരു ടേസ്റ്റും കാണത്തില്ല. എല്ലാം ഒരേ രീതിയിൽ അരിഞ്ഞെടുക്കാം. നമ്മുടെ വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് മുക്കി വയ്ക്കുക കുറച്ച് നേരം. അതിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് നേരം ഇങ്ങനെ കിടക്കട്ടെ. വഴുതനങ്ങ തോരന് ആവശ്യമുള്ള തേങ്ങ എടുക്കാം. അപ്പം തേങ്ങയൊക്കെ നല്ലതുപോലെ അരച്ചെങ്കിൽ വഴുതനങ്ങ തോരനൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുകയുള്ളൂ. ഞാൻ 1 മുറി തേങ്ങ തിരിങ്ങി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടിരിക്കുകയാണ്. അപ്പം ആവശ്യത്തിനുള്ള കാന്താരി ഇടാം. അവനവൻ്റെ എരിവിനനുസരിച്ച് ഇടുക. ഞാനൊരു 5-6 കാന്താരി എടുത്തിട്ടുണ്ട്. 2 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ലതുപോലെ ചതച്ച് കൊണ്ടുവരാം. അപ്പം നമ്മുടെ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മൾ ചീനച്ചട്ടി അടുപ്പ് വെച്ചു. അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് അതിൻ്റെ ടേസ്റ്റ്. അതിനകത്തോട്ട് സ്വല്പം കടുകിടുക, 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം.
ഒരു 2 കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയും കൂടെ അതിന് ഇട്ട് കൊടുക്കാം. ഒന്ന് വാടട്ടെ. ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇടാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ വഴുതനങ്ങ ഇങ്ങനെ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് കുഴഞ്ഞു പോകും വഴുതനങ്ങ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വഴുതനങ്ങ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട്, വഴുതനങ്ങ വെള്ളത്തിൽ കിടക്കുകയാണ്, വെള്ളം ഒന്ന് കുറച്ച് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് ഇടാം. ഒരുപാടിട്ടങ്ങ് പിഴിഞ്ഞ് അതിൻ്റെ കുഴച്ച് കളയുകയും ചെയ്യരുത്. തീ കുറച്ചിട്ടിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ ഈ വഴുതനങ്ങയുടെ കറ എല്ലാം അങ്ങ് പോയി കിട്ടും. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. കഴിക്കാത്തതിനും വഴുതനങ്ങ കഴിച്ചു പോകും. പിന്നെ അതിനകത്ത് വഴുതനങ്ങ കൃഷി മാത്രമായിരിക്കും ചെയ്യുന്നത്. നല്ലതുപോലെ ഇളക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കും. തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഒഴിക്കുകയേ വേണ്ട. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഗ്യാസേ വെച്ചിട്ട് അങ്ങ് പൊക്കളയരുത്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് വഴുതനങ്ങ മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കാൻ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വെള്ളം ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണത്. നമ്മുടെ വഴുതനങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം. അത് സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഇതെല്ലാം നല്ല തേങ്ങാപ്പീര മാതിരി ഇരിക്കും. ഇതിങ്ങനെ വെച്ചാൽ കുഴഞ്ഞൊന്നും പോകില്ല. ഒട്ടും വെള്ളം ചേർക്കരുത്. നമ്മുടെ സവാള നീളത്തിൽ വേണം അരിഞ്ഞിടാനായിട്ട്. അപ്പം നമുക്കത് വാങ്ങി വയ്ക്കാം. അടുത്തത് വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ്. നമ്മൾ തവ അടപ്പേ വെച്ചു. 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അതിനകത്ത് ആവശ്യത്തിനുള്ള കടുക് ഇടുക. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക. 2 തണ്ട് കറിവേപ്പില ഇടുക. 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു സവാള സ്ക്വയറായിട്ട് അരിഞ്ഞത്, ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് സ്ക്വയറായിട്ട് അരിഞ്ഞത്. ഒന്ന് വാടട്ടെ. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ വഴുതനങ്ങ ഉപ്പും മഞ്ഞളും തിരുമ്മി വെച്ചിരിക്കുമായിരുന്നു. ഇനി നമുക്കത് ഒന്ന് ചെറുതായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഉണ്ട്, അതിനകത്ത് വെള്ളമുണ്ട് കണ്ടില്ലേ, നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിഴിഞ്ഞതിനെ അങ്ങ് മുറിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞൊന്ന് മാറ്റിയിരുന്നാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ വഴുതനങ്ങയ്ക്ക് ഒരു മടുപ്പുണ്ടാവത്തില്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ വെള്ളം നമുക്ക് കളയാം. ഇത്ര വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഉണ്ട് എത്രയും കിട്ടി. അതിൽ നിന്ന് പിഴിഞ്ഞെടുത്തപ്പോൾ ഇതിലോട്ട് തീ കുറച്ചിടുക. ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ചോളം ഗരം മസാലയും കൂടെ ഇടാം. ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പും മഞ്ഞളും കൂടെയാണ് ഇട്ട് വെച്ചിരുന്നത്. ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം.
വെള്ളമൊന്നും ചേർക്കണ്ട, അതൊന്ന് അടച്ച് വയ്ക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ ഞാൻ ഇട്ട എരിവിനേക്കാൾ കൂടുതൽ വേണമെന്നുള്ളവർക്ക് എല്ലാത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അളവ് കുറച്ചാലും മതി. ഇത് അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. ഇളക്കി ഇട്ട് കൊടുക്കുക. സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാമേ. ഒരെണ്ണടുത്ത് നോക്കാം നമുക്ക് ഉപ്പുണ്ടോ എന്നുള്ളത്. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇച്ചിരി നേരം കൂടെ കിടന്നോട്ടെ. അടച്ചു വയ്ക്കാം. അപ്പം നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം. നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഒരുപാടിട്ട് കുഴയ്ക്കണ്ട. അപ്പം നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും വഴുതനങ്ങ തോരനും റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം വരുന്നതായിരിക്കും. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്തിടുക. നന്ദി, നമസ്കാരം.